അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിയത് അപ്പവും ചമ്മന്തിയായിരുന്നു കേട്ടോ. തേങ്ങ ചമ്മന്തിയായിരുന്നു. തേങ്ങ ചമ്മന്തി അരച്ചിട്ട് കടുക് വറുത്തെടുക്കുമല്ലോ, അതായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പമാണ്, നല്ല പേപ്പർ പോലെ ഇരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണേ. അപ്പോൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ അപ്പം ചുടുന്നത്. അപ്പം ഞാൻ ഈ അപ്പത്തിന് ഈസ്റ്റ് ഒന്നും ചേർക്കാറില്ല കേട്ടോ. തേങ്ങാവെള്ളം രണ്ട് മൂന്ന് ദിവസത്തെ തേങ്ങാവെള്ളം എടുത്ത് കുപ്പിയിലൊഴിച്ച് ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിരിക്കും. എന്നിട്ട് ഒരു ദിവസത്തേക്കുള്ളതാവുമെന്ന് തോന്നുവാണെങ്കിൽ അന്നേരം ആ തേങ്ങാ വെള്ളത്തിൽ തന്നെ പച്ചരിയിട്ട് കുതിർത്താണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ചോറ് അധികം ചേർക്കാറില്ല, അപ്പോൾ ഒട്ടും ഇളകി വരാനൊക്കെ പാടായിരിക്കും കേട്ടോ. പിന്നെ തേങ്ങ ചേർക്കുന്നത് നല്ലതാണ്, എത്ര ചേർത്താലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും തേങ്ങ ചേർത്താൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലതായിട്ട് ഈസ്റ്റൊക്കെ ഇട്ടാൽ ചിലപ്പോഴൊന്നും എനിക്കങ്ങനെ ഒത്തു വരാറില്ല കേട്ടോ. ഒത്തിരിയും വട്ടം ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാതൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ വെള്ളത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. തേങ്ങ വെള്ളം കളയാതെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. ഇച്ചിരി പഞ്ചസാര